ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷിലോകത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കൃഷിലോകം സബ്സ്ക്രൈബറായ ആലുവയിലുള്ള കൗലത്തിൻ്റെ ചിരട്ട ചട്ടി നിർമ്മാണമാണ് പരിചയപ്പെടുത്തുന്നത്. ചിരട്ട ചട്ടി ഉണ്ടാക്കാനായിട്ട് നല്ല വലിപ്പമുള്ള തേങ്ങ വേണം എടുക്കാനായിട്ട്. അതിൻ്റെ തൊണ്ടൊക്കെ പൊളിച്ചതിന് ശേഷം നമുക്ക് തേങ്ങയിൽ കണ്ണില്ലാത്ത ഭാഗം മുക്കാൽ ഭാഗത്തായിട്ട് ഒരു മാർക്ക് ചെയ്യുക. ഇത് നമ്മൾ വെട്ടുമ്പോൾ കറക്റ്റായിട്ട് വെട്ടിക്കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. തേങ്ങയിൽ ഞരമ്പ് പോലെ 3 വരകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ആ ഞരമ്പിൽ വെട്ടുകത്തുകൊണ്ട് നന്നായിട്ട് വെട്ടുക. പിന്നെ ഇടയിൽ വരുന്ന ഭാഗത്തും വെട്ടുക. ശരിക്കും വെട്ട് കൊണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 6-7 വെട്ടൊക്കെ ആകുമ്പോൾ മുറിഞ്ഞ് കിട്ടും. പിന്നെ നമ്മൾ മുനയുള്ള കത്തി കൊണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തേങ്ങ കുത്തി എടുക്കാം. തേങ്ങാക്കൊത്ത് നമുക്ക് മിക്സിയിലടിച്ച് പീരയുടെ ഉപയോഗം ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ കൃഷിലോകം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ കാണും, അതുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കൃഷിലോകത്തിൽ അപ്ലോഡ് ആകുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. ചട്ടി കളർഫുൾ ആക്കണമെങ്കിൽ ചിരട്ടയുടെ പുറം നമ്മൾ കത്തി കൊണ്ട് നന്നായിട്ട് ചീകി പെയിൻ്റ് അടിക്കണം. അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ വെക്കാനാണെങ്കിൽ പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിരട്ടയുടെ 3 കണ്ണിലൊന്ന് ഓപ്പൺ ചെയ്തിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ചരട് കോർത്ത് ചിരട്ടയുടെ ഉള്ളിലെ ഹോളുള്ള ഭാഗത്ത് ചെറിയൊരു ഓട് പീസ് വെച്ചിട്ട് മണ്ണിട്ട് ചെറിയ ഹാങ്ങിങ് ചെടികളൊക്കെ ഇതിൽ നമുക്ക് നടാം. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്നത് വഴിയുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ചെറിയ ചെടികൾക്ക് വേണ്ടി നമ്മൾ വലിയ ചട്ടി കാശ് കൊടുത്ത് വാങ്ങി ഉപയോഗിക്കേണ്ട എന്നുള്ളതാണ്. ഇതൊരു നല്ല ഐഡിയ തന്നെയാണല്ലേ. ആരൊക്കെ ഇതുപോലെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ചിരട്ടച്ചട്ടി പോലെ തന്നെ കൗലത്ത് ചെയ്ത മറ്റൊരു കാര്യമാണ് മുള ഉപയോഗിച്ച് നമുക്ക് മണി പ്ലാന്റൊക്കെ വെക്കാനുള്ള ഒരു അടിപൊളി പോട്ട് തയ്യാറാക്കിയത്. ചിരട്ടയ്ക്ക് മാർക്ക് ചെയ്തതുപോലെ മുളയുടെ പീസിന്, അതായത് മുട്ടിന് 6 ഇഞ്ച് മുകളിലായിട്ട് ചതുരത്തിൽ മാർക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്ത ഭാഗം വെട്ടിക്കളയുക. കത്തി കൊണ്ട് അതൊന്ന് നന്നായിട്ട് ചെത്തി ഷേപ്പൊക്കെ വരുത്തി ഭംഗിയാക്കാം. മുളയിൽ നമുക്ക് മഞ്ഞ കളറിലെ പെയിൻ്റ് അടിച്ച് അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഹോളിൽ കൂടി വെള്ളമൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മണി പ്ലാന്റ് അതിൽ നട്ടു വളർത്താം. കൗലത്ത് ഇതിനു മുമ്പ് എനിക്ക് കുറേ വീഡിയോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട്, നമ്മുടെ ടയർ കൊണ്ടുള്ള ചട്ടിയൊക്കെ നിർമ്മിക്കുന്നതിൻ്റേത്. പൂക്കളെയും ചെടികളെയും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ കൂട്ടുകാരി കൗലത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എനിക്ക് എപ്പോഴും വാട്സപ്പിൽ ധാരാളം ഫോട്ടോസ് ഒക്കെ അയച്ചു തരാറുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്ന കാര്യം, ഇതെല്ലാം വെക്കാനുള്ള സ്ഥലം ഉണ്ടോ എന്നുള്ളതാണ്. കാര്യം ഇത്തിരി സ്ഥലത്ത് വളരെ മനോഹരമായിട്ട് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് നല്ല രസമാണ്. ഒരിക്കൽ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കൗലത്തിൻ്റെ വീട്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. പൂക്കളെയും ചെടികളെയും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കൗലത്തിൻ്റെ വീട്ടിൽ ധാരാളം ചെടികളുണ്ട്. വെറൈറ്റി ചെടികളൊക്കെ എവിടെ കിട്ടിയാലും അത് കളക്ട് ചെയ്ത് വെച്ച് പിടിപ്പിക്കലാണ് മെയിൻ ഹോബി എന്ന് വേണമെങ്കിൽ പറയാം. പൂന്തോട്ട പരിപാലനത്തിന് ഒരു കൂട്ടുകൂടിയുണ്ട്, അതാണ് നമ്മുടെ തക്കുട് പൂച്ച. രാവിലെ കറക്റ്റ് സമയത്തിന് ഉണർന്നില്ലെങ്കിൽ പൂച്ച കറക്റ്റായിട്ട് ചെവിയിൽ വന്നിട്ട് മ്യാവ് മ്യാവ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഉണരും. അങ്ങനെയാണ് ഇവിടുത്തെ അലാറം. ശാരീരികവും മാനസികവുമായ ഉന്മേഷത്തിന് വീട്ടിലൊരു പൂന്തോട്ടം ഉണ്ടായിരിക്കേണ്ടത് വളരെയേറെ ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ്. ചിലവ് കുറഞ്ഞ വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് പൂന്തോട്ടം മനോഹരമായിട്ട് ഒരുക്കാൻ കഴിയും. വീടിൻ്റെ അകത്തളം ഭംഗിയാക്കാനും ഒക്കെ നമുക്ക് ചെറിയ ചെറിയ കുപ്പികളിലും മറ്റും ചെടികൾ വളർത്തി അകത്തും വയ്ക്കാവുന്നതാണ്. ഈ രീതിയിൽ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് ആർക്കും നല്ലൊരു പൂന്തോട്ടം തയ്യാറാക്കാനായിട്ട് കഴിയും. ഇവിടെ നന്നായിട്ട് ചെടികളൊക്കെ പൂത്ത് നിൽക്കുന്നതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വളമാണ് കേട്ടോ. പഴത്തൊലി, അതുപോലെ മുട്ടത്തോട്, ചായയുടെ മട്ടും ആ ഒരു വെള്ളവും കൂടിയിട്ട് ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ചാണകവും കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ച സ്ലറി അതും മാസത്തിൽ 2 പ്രാവശ്യം ഒഴിച്ചു കൊടുക്കും. വേനൽക്കാലത്തൊക്കെ ചെടി നന്നായിട്ട് നനച്ചു കൊടുക്കാനും ശ്രദ്ധിക്കാറുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളിതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.